ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ നോക്കാം. ആൻഡ് ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ച പോലെ എന്താണ് ബിസിനസ്, അതിൽ റൈറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഒരു ബിസിനസ് ആണെങ്കിലും ഒരു കാര്യമാണെങ്കിലും. സോ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിംഗ്, അതാണ് നമ്മളിവിടെ കണക്കാക്കാൻ പോകുന്നത്. എന്താണ് റൈറ്റിംഗ് കൊണ്ട് നമുക്ക് ഗുണം, എങ്ങനെയാണ് ബ്രെയിൻ അതിനെ അസസ് ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറ് അസസ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? ദ ചാപ്റ്റർ ടോക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് ബിസിനസ് റൈറ്റിംഗ് സ്ട്രാറ്റജീസ് ടു എൻഹാൻസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരാളോട് ബിസിനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളെ ലാംഗ്വേജും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും അതിന്റെ സ്റ്റൈലും എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുത്തു വെക്കേണ്ട കാര്യമുണ്ട്. സോ ഹിയർ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് റൈറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു സ്ട്രാറ്റജി എല്ലാത്തിലും വേണം. നമ്മളൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ കാണുകയാണെങ്കിൽ, ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ടീമിനെ കാണുക, അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു പ്ലേ വെൽ, ഏറ്റവും നന്നായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രാറ്റജി. അതുപോലെ തന്നെ എഴുത്തില്, ബിസിനസ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന റൈറ്റിംഗിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് വേണ്ടി വരും. ഈ കാര്യങ്ങൾ എഴുതണം, ഈ കാര്യങ്ങൾ എഴുതാൻ പാടില്ല, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, ഈ കാര്യങ്ങൾ ബോൾഡിൽ കൊടുക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വരും. നൗ ദ ബുക്ക് ഓർ ദ ചാപ്റ്റർ ഫോക്കസ് ഓൺ ക്ലാരിറ്റി. ക്ലാരിറ്റി വേണം. അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ്. നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എഴുതിയത് കാണുന്ന ഓഡിയൻസിന് ഇത് മനസ്സിലാവണം. അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസ്. അപ്പൊ ഈ ഓഡിയൻസിന് മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റണം, സിമ്പിൾ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി എഴുതാനും പറ്റണം. ആൻഡ് എ സ്ട്രക്ചേർഡ് റൈറ്റിംഗ് പ്രോസസ് ഉണ്ടായിരിക്കണം, സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ആദ്യം പറയേണ്ട കാര്യം അവസാനം എഴുതിയിട്ട് കാര്യമില്ല, അവസാനം എഴുതേണ്ട കാര്യം ടൈറ്റിലിൽ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതിന് സ്ട്രക്ചറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ റൈറ്റിംഗ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇതിൽ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. നൗ this person who has written it will be charged. He offers 8 S to engage readers. 8 എസ്സുകളിലൂടെ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. വാക്കുകൾ എന്താണെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. 8 എസ്സുകൾ എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. റീഡേഴ്സ് ആൻഡ് എൻഷുർ യുവർ മെസ്സേജസ് റെസൊനേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്നു, അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നൗ 8 എസ്സുകൾ ഏതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നൗ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. സ്ട്രോങ് റൈറ്റിംഗ് സ്കിൽ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഇൻ ബിസിനസ് ടു പ്രൊമോട്ട് ഓർ സെൽ ദ പ്രൊഡക്റ്റ്. നമ്മൾ ഏറ്റവും നല്ല ഒരു കാര്യം ഉണ്ടാക്കി വെച്ചു, ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അതിന് നമുക്ക് എല്ലായ്പ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, എഴുതി കാണിച്ചു കൊടുക്കേണ്ടി വരും. എഴുതുമ്പോൾ നല്ല വൃത്തിയായിട്ട് എഴുതുകയും വേണം. അപ്പോൾ എസെൻഷ്യൽ എലമെന്റ് ബിസിനസ്സിൽ എന്താ വരുന്ന, റൈറ്റിംഗും കൂടെ ഒരു പാർട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊമോട്ട് ഓർ സെൽ ദ പ്രൊഡക്റ്റ്. നമുക്ക് എല്ലാവരോടും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മെസ്സേജ് അയച്ചു കൊടുക്കാനോ ഒരാൾക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടി വരിക? എഴുതി കാണിച്ചു കൊടുക്കേണ്ടി വരും. എഴുതിയിട്ടാണ് കൊടുക്കുക ഈ പ്രൊഡക്റ്റിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു എസെൻഷ്യൽ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താ? റൈറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആവുന്നത്? നമ്മുടെ ബ്രെയിനിന് ഇതിൽ എന്താ ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ന്യൂറോളജി, അതായത് നമ്മളുടെ ഞരമ്പുകളെ കുറിച്ചും നാഡികളെ കുറിച്ചും ബ്രെയിനിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ന്യൂറോളജി എക്സ്പ്ലെയിൻസ് ഹൗ ബ്രെയിൻ റിയാക്ട്സ് ടു റൈറ്റിംഗ് സ്പീച്ചസ് ഓർ വേർഡ്സ് ആൻഡ് സ്റ്റോറീസ്. ഓക്കെ, റൈറ്റിംഗ്. നമ്മൾ ഈ കുട്ടിക്കാലത്തെ അമർചിത്ര കഥയും ബാലരമയൊക്കെ വായിക്കുമ്പോൾ, നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വരും. ആ കാട്ടിലൂടെ ഇങ്ങനെ പറയുമ്പോൾ ആ കാട് നമ്മളുടെ മൈൻഡിലേക്ക് വരികയാണ്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലെ ഒരു റൈറ്റിങ്ങില്. ഈ കാറിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ആ കാറിന്റെ പ്രത്യേകത എന്താണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം. അത്രയും നല്ല റൈറ്റിംഗ് ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നല്ലൊരു റൈറ്റിംഗിലേക്ക് ബ്രെയിൻ അട്രാക്റ്റഡ് ആയാൽ, നല്ലൊരു കഥ പോലെ ബിസിനസ്സിലുള്ള ഒരു റൈറ്റിംഗിലേക്ക് അട്രാക്റ്റഡ് ആയി എന്ന് വിചാരിക്കുക, എന്താ ഉണ്ടാവുക? ഈ ബ്രെയിനിന് നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടും. അതാണ് നിങ്ങൾ ഒരു നോവൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോവൽ വായിക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിനൊരു റിവാർഡ് കൊടുക്കുക. എന്താ റിവാർഡ്? ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഒരു ഡോപ്പമൈൻ അവിടെ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. എ ഗുഡ് റൈറ്റിംഗ് വിൽ പ്രൊഡ്യൂസ് ഡോപ്പമൈൻ ഇൻ അവർ ബോഡി. ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലഷർ ഉണ്ടാക്കാനുള്ള ഒരു ഹോർമോൺ ആണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ചിലർക്ക് ചായ കുടിക്കുമ്പോഴാണ് ഡോപ്പമൈൻ ഉണ്ടാവുക, ചിലർക്ക് വായിക്കുമ്പോഴാണ്,
ചിലർക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ്, ചിലർക്ക് ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുമ്പോൾ ഡോപ്പമൈൻ ഉണ്ടാവുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല, വാട്ട് എവർ. അപ്പൊ ഡോപ്പമൈൻ ഉണ്ടാവുന്നത് ഗുഡ് റൈറ്റിംഗ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഒരു എഴുത്ത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഈ ഡോപ്പമൈൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല പ്ലഷർ കിട്ടും, നല്ല ഒരു സന്തോഷത്തിൽ നമ്മളാവും. അപ്പൊ നമ്മൾ പിന്നെയും വായിക്കാൻ തുടങ്ങും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തെന്ന് വിചാരിക്കും, നമ്മളുടെ അടുത്ത അമ്പലത്തില് പ്രസാദകൂട്ട് നടക്കുകയാണ്. പ്രസാദകൂട്ടിന്റെ ആണെങ്കിൽ നമ്മൾ പോകും. പക്ഷെ എന്തെങ്കിലും ഒരു പൂജ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിൽ ഒരു പരിപാടി നടക്കുകയാണെന്നിരിക്കട്ടെ, അത് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ട് അവിടെ വെക്കും. പക്ഷെ നല്ലൊരു റൈറ്റിംഗ് ആണെങ്കിൽ അതിലെ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ അതിലെടുത്ത് വായിക്കും. അപ്പൊ ഗുഡ് റൈറ്റിംഗ് എന്തുണ്ടാക്കും, നമ്മുടെ ബ്രെയിനിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെ ന്യൂറോളജി പറയുകയാണ്, എന്താ പറയുന്നത്, ഈ ബ്രെയിൻ നല്ല എഴുത്തുകളെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ സ്പീച്ച് കണ്ടാല്, വാക്ക് കണ്ടാലൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തരും, വൈബ് തരും. നമ്മളെ വൈബ് എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ല, അതൊക്കെ വരുന്നതാണ് പറയുന്നത്. നൗ റൈറ്റിംഗ് വിൽ റിവാർഡ് പോസിറ്റീവ് റിയാക്ഷൻസ് ഇൻ അവർ ബ്രെയിൻ. നല്ല എഴുത്ത് കണ്ടു കഴിഞ്ഞാല് നമ്മളുടെ ബ്രെയിൻ എന്ത് പറയും, ഇങ്ങനെ മറ്റേ സിനിമയിൽ കാണുന്ന ഗൂഗു എന്ന് പറയുന്ന പോലെ പോസിറ്റീവ് റിയാക്ഷൻ തരും, റൈറ്റ്? സോ ബ്രെയിൻ ടെംപ്റ്റ് ടു റീഡ് അഗെയിൻ വിച്ച് വിൽ ക്രിയേറ്റ് എ റിവാർഡ് സർക്യൂട്ട്. അപ്പൊ ബ്രെയിൻ പിന്നെയും പറയും, എനിക്ക് ഒരു പുസ്തകം കൂടെ വേണം, എനിക്ക് ഒരു ലെറ്ററും കൂടെ വേണം. എന്തിനു വേണ്ടിയിട്ടാ? ഈ പ്ലഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്, റിവാർഡ് സർക്യൂട്ട്. ഒരു റിവാർഡ് സർക്യൂട്ട് ഉണ്ടാവും. ആ ബ്രെയിൻ പറയും, ഒരു പുസ്തകം കൂടെ വായിക്കട്ടെ, ഒരു ന്യൂസ് ലെറ്ററും കൂടെ വായിക്കട്ടെ, ഒരു ന്യൂസും കൂടെ വായിക്കട്ടെ. ഈ റിവാർഡ് സർക്യൂട്ട് ഉണ്ടാക്കാൻ അതായത് നമ്മളുടെ ഇൻഫർമേഷനും നമ്മുടെ നോളജും നമ്മുടെ GK തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ബ്രെയിനിന് ഇഷ്ടമുള്ള തരത്തിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അത് കേൾക്കില്ല. എത്ര നല്ല കാര്യമാണെങ്കിലും അത് കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കണം. അപ്പോ ഈ റിവാർഡ് സർക്യൂട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ വേണം? ഗുഡ് വർക്ക്സ് റിലീസസ് ഡോപ്പമൈൻ ആൻഡ് മോട്ടിവേറ്റ് റിവാർഡ് ഹോട്ട്സ്പോട്ട്. നമ്മളെ തലച്ചോറിലുള്ള ഹോട്ട്സ്പോട്ടുകളെയൊക്കെ നല്ല നല്ല എഴുത്തുകൾ കാണുമ്പോൾ ഇതിങ്ങനെ ആക്റ്റീവ് ആവും. എന്നിട്ടുണ്ടാവും പ്ലഷർ വരും, ഡോപ്പമൈനൊക്കെ എഫക്റ്റ് വന്നിട്ട് പ്ലഷർ വരും. അപ്പോഴോ നമ്മൾ പറയും നല്ല റീഡിങ്. അപ്പോൾ ബ്രെയിൻ പറയും യെസ്, കണ്ടിന്യൂ, നെക്സ്റ്റ്. അപ്പൊ അടുത്ത ഒരു എഴുത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ പറയും. അപ്പോൾ ഇതാണ് നമ്മളുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്തുണ്ടാക്കണം? റിവാർഡ് സർക്യൂട്ടുകൾ ഉണ്ടാക്കണം. ഒരു ബുക്ക് കഴിഞ്ഞാൽ അടുത്ത ബുക്ക് വായിക്കാനുള്ള ത്വര നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ, ബ്രെയിൻ അതിനോട് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നടത്തുകയുള്ളൂ. ഗുഡ് വർക്ക്സ് ഹാവ് ദ കാപ്പബിലിറ്റി ടു ബൂസ്റ്റ് അവർ ബ്രെയിൻ. നമ്മുടെ അറിവെല്ലാം വർദ്ധിക്കും. The brain will assess the positive impact and will activate reward circuit. പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായാല് നമ്മൾ പിന്നെയും നമ്മുടെ ബ്രെയിന് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. റിവാർഡ് സർക്യൂട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെയും നമ്മൾ വായിക്കും. റൈറ്റേഴ്സ് ക്യാൻ ക്രിയേറ്റ് ദ സെയിം ഇമ്പാക്ട് വൈൽ റൈറ്റിംഗ് ആൻ ഇമെയിൽ ഓർ ആർഗ്യുമെന്റ്. റൈറ്റേഴ്സിന് കഥയും കവിതയും മാത്രം എഴുതുമ്പോഴാണോ ഈ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? അല്ല. They can write an email or argument. എന്തും ഒരു ന്യൂസ് എഴുതുമ്പോൾ, ഇമെയിൽ എഴുതുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൃത്യമായിട്ട് അടിപൊളി ഒരു കത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇനി പറയാണ് 8 എസ്സുകളെ കുറിച്ച് പറയുന്നു. 8 എസ്സുകൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് എഴുതാം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? 1. എസ്. ഫസ്റ്റ് എസ് സിംപ്ലിസിറ്റി. നമ്മൾ എഴുതുന്നത് കീപ് ഇറ്റ് സിമ്പിൾ. വളരെ രസകരമായിട്ട് സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. നൗ സിംപ്ലിസിറ്റി എനേബിൾസ് ബ്രെയിൻ ടു വർക്ക് ഈസിലി. ഘടാഘടിയും വലിയ അറിയാത്ത വാക്കുകൾ എഴുതുന്നേക്കാൾ നല്ലതാണ് ഏറ്റവും നല്ല രീതിയിൽ ചെറിയ വാക്കുകൾ എഴുതി ബ്രെയിനിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്രെയിൻ മോട്ടിവേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഈസി ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യും. ബ്രെയിനിന് കൂടുതൽ ഇൻഫർമേഷൻ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. നൗ പാസീവ് സെന്റൻസസ് ആർ ഓൾസോ പ്രോബ്ലമാറ്റിക്. ആക്റ്റീവ് സെന്റൻസിൽ എഴുതാൻ പഠിക്കണം, പാസീവ് ആയിട്ട് എഴുതാൻ പഠിക്കരുത്. യൂസ് ആക്റ്റീവ് വോയിസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ആക്റ്റീവ് വോയിസിൽ എഴുതി കഴിഞ്ഞാൽ ബ്രെയിനിന് കാര്യങ്ങൾ വേഗം മനസ്സിലാവും. രണ്ടാമത്തെ എസ് സ്പെസിഫിസിറ്റി. സ്പെസിഫിക് ആയിട്ട് പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് അത് തന്നെ നിങ്ങൾ എഴുതണം. റെഡ്യൂസ് കൺഫ്യൂഷൻ ആൻഡ് ബി സ്പെസിഫിക് ഓൺ വാട്ട് യു വാണ്ട് ടു സേ. കൺഫ്യൂഷൻ ഒഴിവാക്കണം. നിങ്ങൾക്ക് പറയേണ്ട കാര്യം പറയേണ്ട തരത്തിൽ നിങ്ങൾ പറയണം. എന്നാലോ സ്പെസിഫിക് ആയിട്ട് പറയണം. ബ്രെയിൻ ക്യാൻ പ്രോസസ് സച്ച് ഡയറക്റ്റ് വേർഡ്സ് ആൻഡ് ഐഡിയാസ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ബ്രെയിനിനോട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ കൃത്യമായിട്ട് അത് എടുക്കും. അല്ലെങ്കിലോ ബ്രെയിന് വിചാരിക്കും ഇതെന്താ കുറെ അറിയാത്ത വാക്കുകൾ, കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ബ്രെയിന് കുറച്ചും കൂടെ സമയം എടുക്കും. അപ്പൊ അതിനൊരിക്കലും നിൽക്കരുത്. സ്പെസിഫിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയാൻ പഠിക്കുക. തേർഡ് സർപ്രൈസ്. വി ലൈക്ക് ടു പ്രെഡിക്റ്റ് വൈൽ റീഡിങ്.
നമ്മളൊരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാം ഇതിന്റെ എൻഡിങ് ഇങ്ങനെയായിരിക്കും, ഇതിന്റെ ഇന്റർവെൽ ഇങ്ങനെയായിരിക്കും. അത് ആ തരത്തിൽ വന്നിട്ടില്ലെങ്കിലും വന്നാലും നമ്മളൊരു സർപ്രൈസ് ക്രിയേറ്റ് ചെയ്യും. വായിക്കുമ്പോഴും ഇതുണ്ടായിരിക്കും. അടുത്ത ചാപ്റ്ററിൽ എന്തുണ്ടാവും, അടുത്ത പേജിൽ എന്തുണ്ടാവും, അടുത്ത വരിയിൽ എന്തുണ്ടാവും. ഈ സർപ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. So, unexpected writing have impact on the brain. Readers like to predict and holds them interested. Readers like word plays. നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കണം. റീഡേഴ്സിന്റെ ബ്രെയിനിനെ നല്ല സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന റൈറ്റിംഗ് ആണ് അവർക്ക് ഇഷ്ടം. ഏത് തരത്തിൽ? സർപ്രൈസസ് ഉണ്ടായിരിക്കണം. അവര് ആലോചിക്കുമ്പോൾ അടുത്ത വരിയിലേക്ക് വായിക്കാൻ വേണ്ടി അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള റൈറ്റിംഗ് ആണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെക്കുക, ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അടുത്തത് 4th S എന്താണത്? സ്റ്റിറിങ് ലാംഗ്വേജ്. സ്റ്റിർ എന്ന് പറഞ്ഞാൽ എന്താ? ഇളക്കുക, സാമ്പാറൊക്കെ ഇളക്കുന്ന പോലെ ഇളക്കുക. വേർഡ്സ് ഹാവിങ് ഇമോഷണൽ എലമെന്റ്സ് will stir the reader and they will react with feelings. 12 പേർ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണോ? കരളലിയിപ്പിക്കുന്ന ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 12 പേരുടെ ജീവൻ പൊലിഞ്ഞു, ഇങ്ങനെയുള്ള സെന്റൻസ് ആണോ നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീലിങ്സ് ഉണ്ടാക്കുക. രണ്ടാമത്തെ തരത്തിലുള്ളതായിരിക്കും. അപ്പൊ സ്റ്റിറിങ് ലാംഗ്വേജ്, ആളെ പിടിച്ചിരുത്തുന്ന തരത്തിൽ എഴുതാൻ പറ്റണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല, ആളിനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ എഴുതാൻ ശ്രമിക്കുക. നൗ യൂസ് വേർഡ്സ് ദാറ്റ് ക്യാൻ മേക്ക് ഇമോഷൻ ദാൻ ലോജിക്. 12 പേർക്ക് മരണം എന്ന് പറയുന്നതിൽ ലോജിക് ഉണ്ട്, പക്ഷെ അത് വായിക്കുന്ന ആൾക്കാർക്ക് സങ്കടം ഉണ്ടാവില്ല, അവരത് വായിച്ചിട്ട് പോകും. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ അവരിൽ ഇമോഷൻ ഉണ്ടാക്കണം, അതുപോലെ ഫീലിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിന് പറ്റിയ ഭാഷ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാണ് അടുത്ത എസ്. ഇനി നോക്കാം 5ാമത്തെ എസ് എന്താ? സെഡക്റ്റീവ്നെസ്. സെഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. ഒരാളുടെ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വേറെ ബുക്ക് വായിക്കണമെന്ന് ശ്രമിക്കണം. അതാണ് അയാൾക്കുള്ള കഴിവ്. പിന്നെയും തന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. The language should be able to maintain surprises and anticipation in readers. ഇത് വായിക്കുന്ന ആൾക്ക് എന്താ അടുത്തത് എന്ന് തോന്നണം. ആ മെയ്വഴക്കത്തോടു കൂടി എഴുതാൻ പറ്റണം. സെഡക്റ്റീവ് ആക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരിക, പിന്നെയും അയാളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ്. The writer must maintain excitement in the writing. എഴുതുന്ന ആൾക്കും ഇത് രസമായിട്ട് തോന്നണം, വായിക്കുന്ന ആൾക്കും അത് രസമായിട്ട് തോന്നണം. അടുത്ത സ്മാർട്ട് തിങ്കിങ്. അടിപൊളിയായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. സ്മാർട്ട് തിങ്കിങ് വളരെ ആവശ്യമുള്ള കാര്യമാണ്. സ്മാർട്ട് തിങ്കിങ് ഇല്ലെങ്കിൽ എന്താ? ഞാൻ വേറൊരാളെ പോലെ എഴുതാൻ ശ്രമിക്കും, അപ്പോഴോ എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുകയുമില്ല, അയാൾ എഴുതിയ പോലെ ആവുകയുമില്ല. അപ്പൊ സ്മാർട്ടായി തിങ്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ the writer must create aha moments. ആഹാ, നമ്മളിങ്ങനെ പറഞ്ഞിങ്ങോട്ട് ഓ എന്തൊരു സിനിമയാ, എന്തൊരു കഥ, എന്തൊരു നോവലാന്ന് പറയല്ലോ, അങ്ങനത്തെ ആഹാ മൊമെന്റ്. അതിന് ഫീലിംഗ് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ വായിക്കുന്ന ആൾക്ക് സർപ്രൈസ്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ എഴുത്ത് ഉണ്ടായിരിക്കുന്നത്. ഗീവ് ഫ്രഷ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ തിങ്സ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഒരു കാര്യത്തിനെ പലതരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എഴുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. എങ്ങനെ? സ്മാർട്ട് തിങ്കിങ്. ഒരു കാര്യത്തിന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ഒരു പാമ്പിനെ കണ്ടു, അത് പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു രീതിയിൽ മാത്രമല്ല പറയാൻ പറ്റുക. എങ്ങനെ സ്മാർട്ടായിട്ട് വേറൊരാൾ കേൾക്കുമ്പോൾ ആഹാ എന്ന് പറയുന്ന തരത്തിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. 7th social content. Add your own ideas and examples. Everything is connected. സോഷ്യൽ കോണ്ടന്റിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്ന വിധത്തിൽ പറയാൻ ശ്രമിക്കുക. ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല. ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും വയസ്സായ ആൾക്കാർക്കും വയസ്സ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ സാധനങ്ങൾ ആവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ ഐഡിയാസും അതിന്റെ എക്സാമ്പിൾസും ഉപയോഗിച്ച് കൂടുതലാക്കാൻ ശ്രമിക്കുക. കാരണം എന്താ? എവറിത്തിങ് ഈസ് കണക്റ്റഡ്. നിങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ് വേറൊരാളുടെ ഫാമിലി, അതുപോലെ തന്നെയാണ് ബിൽഗേറ്റ്സിന്റെയും ഫാമിലി, ഒരു വ്യത്യാസവും ഇല്ല. അവസാനത്തേത്, ഇനി ഇത് വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്റ്റോറി ടെല്ലിംഗ്. ആ എഴുത്തിനൊരു സ്റ്റോറി മോഡ് ഉണ്ടായിരിക്കണം. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി തുടക്കത്തിൽ നിന്ന് അടുത്ത വരിയിലേക്ക് പോയി ഒരു കഥ പറയുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ എഴുത്ത് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റീഡേഴ്സിനെ അതിലിരുത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ? നമ്മൾ ഓരോ സെന്റൻസും എന്തിനോ വേണ്ടി ആ ഒരു കണക്ഷൻ ഇല്ലാതെ പറയുമ്പോൾ അതിനൊരു അർത്ഥവും ഉണ്ടായിരിക്കില്ല, അവർ വായിക്കില്ല. ആ ഒരു കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ്, സ്റ്റോറി മോഡിൽ ഇത് പറയാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്.
ഇനി ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ മേജർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. റൈറ്റ് നൗ കൺക്ലൂഡിങ്, ഒരടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരാം. അതുവരെ ബൈ ബൈ ആൻഡ് സീ യു.